സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ അഭിസംബോധന ചെയ്ത ഹജ്ജത്തുൽ വദാഇ എന്ന പേരിൽ വിശ്വപ്രഖ്യാപിതമായ പ്രഭാഷണത്തിന്റെ ശകലങ്ങളിലൂടെ ഞാനിവിടെ സംസാരം തുടങ്ങുവാൻ ചില കാരണങ്ങളുണ്ട്. വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യനെ കുറിച്ചാണ്. കാലങ്ങൾ ഇത്രയായിട്ടും സംസാരിച്ചു കൊണ്ടിരുന്നതും മനുഷ്യനെ കുറിച്ചാണ്. എന്തിന് നമ്മൾ നബിദിനം ആഘോഷിക്കപ്പെടുന്നു? അതിന്റെ മറുപടി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ നബിദിനം ആഘോഷിക്കപ്പെടുന്നത്. എന്തിന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു? അതിന്റെ മറുപടി ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവം സൃഷ്ടിച്ച മഹോന്നതമായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ പൊതുസമൂഹത്തിലേക്ക് പറഞ്ഞറിയിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ ഈ പൊതുസമൂഹത്തിലേക്ക് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്? അതിനുള്ള മറുപടി എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ ഇടയിൽ ആഘോഷിക്കുന്നതിന്റെ ആത്മീയതയ്ക്ക് അപ്പുറത്തേക്കുള്ള ഒരു മാനം എന്ന് പറയുന്നത് ഇതാണ്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വർത്തമാന കാലഘട്ടത്തിലും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യകത എന്ന ചോദ്യത്തിന്റെ മറുപടിയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്ത് ആദ്യമായി രചിക്കപ്പെട്ട ഒരു രാജ്യത്തിന്റെ ഭരണഘടനയെ കുറിച്ചാണ്. അതേ മദീന ചാർട്ടർ എന്ന് പറയുന്ന ഭരണഘടന. എന്താണ് മദീന ചാർട്ടർ എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു പുതിയ ഭരണഘടനയെ രൂപീകൃതമാക്കുന്ന സമയത്ത് മദീന വിശ്വാസികളുടെ മാത്രം രാഷ്ട്രമായിരുന്നില്ല. അന്ന് ജൂതന്മാർ മദീനയിൽ താമസിക്കുന്നുണ്ട്, മുസ്ലിമീങ്ങൾ മദീനയിൽ താമസിക്കുന്നുണ്ട്, ക്രൈസ്തവർ മദീനയിൽ താമസിക്കുന്നുണ്ട്, ജൂത വിഭാഗത്തിലെ വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങൾ മദീനയിൽ താമസിക്കുന്നുണ്ട്. അന്ന് അൻസാറുകളുണ്ട്, മുഹാജിറുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ജനങ്ങൾ മുഴുവനും തിങ്ങി താമസിക്കുന്ന മദീനയിൽ മദീന ചാർട്ടർ എന്ന പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തയ്യാറാക്കിയ ഭരണഘടന എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിരുന്നു, എല്ലാവരെയും പരിഗണിക്കുന്നതായിരുന്നു. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാവനമായ കരങ്ങളിൽ അഥവാ ഇസ്ലാമിന്റെ അധീനതയെ യസ്രിബ് എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന നാട് മദീന എന്ന് പറയുന്ന വിഖ്യാതമായ നാമത്തിലേക്ക് പരിവർത്തനപ്പെടുത്തിയെടുത്തത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനങ്ങളായിരുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ, ഇംഗ്ലീഷ് ഭാഷാ സാഹിത്യ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ എസ്ഐസായ ജോർജ് ബെർണാഡ് ഷാ എഴുതി വെക്കപ്പെടുന്നുണ്ട്. ഈ ലോകത്ത് സമാധാനം തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ, ഈ ലോകത്ത് ധാർമ്മികത തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭരണം തിരിച്ചു വരേണ്ടതുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് മുഹമ്മദ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ രൂപത്തിൽ തന്നെ ഭരണം നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് എന്തിന്റെ പേരിലായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ വാർത്താ മാധ്യമത്തിൽ കണ്ട ഒരു വാർത്തയുടെ ശകലത്തിലാണ് ഓർമ്മപ്പെടുത്തട്ടെ. ലോകത്ത് സ്ത്രീകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന 10 രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ 5 സ്ഥാനത്ത് നിൽക്കുന്നത് GCC രാഷ്ട്രമാണ്, അഥവാ പ്രവാചകന്റെ രാഷ്ട്രമാണ് ആദ്യത്തെ 5 സ്ഥാനത്ത് നിൽക്കുന്നത്. അവിടുത്തെ സ്വഹാബികളായ അനുസരണ ബന്ധുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ, എപ്പോഴാണ് അങ്ങയുടെ നിയോഗത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത്? എപ്പോഴാണ് അങ്ങയുടെ ഭരണം ഏറ്റവും മനോഹരമായി തീരുന്നത്? ആ ചോദ്യത്തിന് 6-ാം നൂറ്റാണ്ടിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മറുപടി നിർഭയത്വത്തോടുകൂടി പാതിരാത്രിയിൽ മക്കയുടെയും മദീനയുടെയും പ്രാന്തപ്രദേശങ്ങളിലൂടെ ഒരു പെണ്ണിന് എന്നാണോ സഞ്ചരിക്കാൻ കഴിയുന്നതെങ്കിൽ അന്നാണ് എന്റെ നിയോഗത്തിന്റെ ചരിത്ര പൂർത്തീകരണം എന്ന് ഓർമ്മപ്പെടുത്തിയ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യന്റെ വിപ്ലവത്തിന്റെ അരുണനത്തിന്റെ ഫലമായി കൊണ്ടാണ് ഇന്ന് സ്ത്രീകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന 10 രാജ്യങ്ങളിൽ 5 രാജ്യങ്ങളും GCCയിലായത്. ആ GCC രാജ്യങ്ങൾ ഇന്നവരെ തുടർന്നുകൊണ്ടിരിക്കുന്നത് പ്രവാചകന്റെ മദീന ചാർട്ടറാണ്, അതിന്റെ അധ്യാപനങ്ങളാണ്, അതിന്റെ അധ്യായങ്ങളാണ്. ഈ സമയത്താണ് ലോകത്തെ എന്ത് വിപ്ലവമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധിപ്പിച്ചെടുത്തത്. മുഹമ്മദ് വാസ് ബോൺ ഇൻ ദ ഫുൾ ലൈറ്റ് ഓഫ് ഹിസ്റ്ററി എന്ന് ഫിലിപ്പ് കെ ഹിറ്റ് എഴുതി വെക്കപ്പെട്ടത് ഈ വലിയ വിപ്ലവത്തിന്റെ ദാനമായിട്ടായിരുന്നു. അടിമത്ത സമ്പ്രദായത്തെ നിർത്തലാക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലോകത്തെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ഏതാണ് എന്ന ചോദ്യത്തിന്റെ മറുപടി, ലോകത്തെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധ
വർണ്ണവിവേചനത്തിനെതിരെ ആദ്യമായി ശബ്ദിക്കുന്നത്, സ്ത്രീകൾക്ക് വേണ്ടി ആദ്യമായി ശബ്ദിക്കുന്നത്, പാമരന്റെ കൂടെ തോൾ ചേർത്ത് നിർത്തുന്നത് ആദ്യമായി ലോകത്തെ ഇസ്ലാമാണ്. ഇത് ഞാൻ കേവലമായി കൊണ്ട് പറയുകയല്ല. അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അദ്ദേഹം ഭരണത്തിലേർപ്പെട്ട സമയത്ത് എന്താണ് അടിമത്ത സമ്പ്രദായത്തെ നിർത്തലാക്കിക്കൊണ്ട് എബ്രഹാം ലിങ്കന്റെ പ്രസ്താവന നമ്മൾ വായിക്കേണ്ടതുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ വീട്ടുമുറ്റത്ത് ജനങ്ങൾ തടിച്ചുകൂടി. ആ തടിച്ചുകൂടിയ ജനങ്ങൾ മുഴുവനും അടിമകളായിരുന്നു. അവരവരോട് പറയുന്നുണ്ട്, പ്രസിഡന്റിനോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ അടിമകളായിട്ട് തന്നെ നിങ്ങൾ തിരിച്ചെടുക്കണം. കാരണം ഞങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല, ഞങ്ങൾക്ക് വിവാഹം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് അതൊരു കുടുംബജീവിതം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അടിമകളായി ജീവിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയുന്നിടത്താണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പിലാക്കിയ അടിമത്ത മോചനത്തിന്റെ പ്രത്യേക ശാസ്ത്രത്തെ നാം വീണ്ടും വീണ്ടും വായിക്കേണ്ടത്. അറേബ്യയുടെ മണ്ണിൽ അടിമയായി ജീവിച്ചവരായിരുന്നു സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. പിന്നീട് ഉമർ റളിയല്ലാഹു തആല ചരിത്രത്തിൽ കാണാം ആ ബിലാൽ തങ്ങൾ വിളിക്കുന്നത് സയ്യിദുനാ ബിലാൽ എന്നാണ്. എന്താണ് സയ്യിദുനാ ബിലാൽ എന്നതിന്റെ മലയാളത്തിലുള്ള അർത്ഥം? ഞങ്ങളുടെ നേതാവായ ബിലാൽ എന്നാണ്. കറുത്തവനായ അടിമയായ ആഫ്രിക്കൻ വംശജനായ താഴ്ന്ന വർഗത്തിൽപ്പെട്ട സയ്യിദുനാ ബിലാലിനെ, വെറും ഒരു ബിലാലിനെ ചരിത്രത്തിൽ സയ്യിദുനാ ബിലാൽ എന്ന് തങ്കലിപികളാൽ നൽകപ്പെടുന്ന ഒരു ടൈറ്റിലേക്ക് ഉയർത്തിയെങ്കിൽ അതാണ് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തെ സാധിപ്പിച്ചെടുത്ത ഏറ്റവും വലിയ മാനവിക വിപ്ലവം എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എന്റെ സംസാരം ഉപസംഹരിക്കുകയാണ്. അതിനു മുമ്പ് ഞാനൊന്ന് പറഞ്ഞു തുടങ്ങട്ടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. എന്താണ് ഗസയിലെ ചിത്രങ്ങൾ എന്ന് പറയുന്നത്? എത്ര മൃഗീയമായിട്ടാണ് പാവങ്ങൾ പിടഞ്ഞുകൊണ്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും മഴ പെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. ജലങ്ങളെ കൊണ്ട്, വെള്ളം കൊണ്ട് പെയ്യുന്ന മഴകളെ കണ്ടവരാണ് നമ്മൾ. എന്നാൽ മരണം പെയ്യുന്ന മഴ കാത്തുകിടക്കുന്നവരാണ് ഗസയിലെ ജനങ്ങൾ എന്ന് പറയുന്നത്. എന്റെ ശബ്ദം ശ്രമിക്കുന്ന അനേകം ജനങ്ങളിൽ എത്ര പേരാണ് മരണത്തെ ആഗ്രഹിക്കുന്നത്? ഇല്ല, നമ്മൾ ആരും മരണത്തെ ആഗ്രഹിക്കുന്നില്ല. അപ്പോഴാണ് മരണത്തെ ആഗ്രഹിച്ചുകൊണ്ടൊരു ജനത ഫലസ്തീനിന്റെ തെരുവോരങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ജീവിക്കണം എന്ന് ആഗ്രഹമില്ല, അവർക്ക് മരിക്കാനാണ് ആഗ്രഹം. കാരണം എന്താണ്? നമ്മൾ ചരിത്രത്തിൽ വായിക്കപ്പെട്ട ചിത്രങ്ങൾ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വയറിന്റെ മുകളിൽ കല്ല് കെട്ടിവെച്ചുകൊണ്ട് വിശപ്പ് ശമിക്കുന്നതിന് വേണ്ടി അവിടെ ഇറങ്ങി നടക്കുന്ന ഒരു ജനത. ആലോചിച്ചു നോക്കണം, 35 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ഫലസ്തീനിലെ അറിയപ്പെട്ട ആശുപത്രിയായ അൽ ഷിഫ ആശുപത്രിയിൽ വിഷന്നുകൊണ്ട് മരണപ്പെട്ടത്. 35 മാസം പ്രായമുള്ള കുഞ്ഞല്ല, 35 വർഷം പ്രായമുള്ള വ്യക്തിയല്ല, വെറും 35 ദിവസം പ്രായമുള്ള കുഞ്ഞാണ് ഫലസ്തീനിൽ ആധുനിക ചികിത്സാ രംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന ഒരു ആശുപത്രി കിടക്കയിൽ പട്ടിണി കിടന്നുകൊണ്ട് മരണപ്പെട്ടത് എന്ന് പറയുമ്പോൾ എത്രയാണ് ഫലസ്തീനിലെ ജനങ്ങൾ മൃഗീയമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് അവർ മരണത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കേൾക്കേണ്ടതുണ്ട്. അവിടെയാണ് പ്രവാചകന്റെ ഏറ്റവും മനോഹരമായ ചരിത്രത്തിന്റെ വാതായനങ്ങൾ തുറന്നുകൊണ്ട് നമ്മളെ വായിക്കേണ്ടത്. മക്കയിൽ ആധിപത്യം പിടിച്ചടക്കിക്കൊണ്ട് മക്കയിലേക്ക് വരുന്ന പ്രവാചകന്റെ മുന്നിലേക്ക് വരുന്ന തടവുകാരുണ്ട്. അതിൽ ജൂതരുണ്ട്, അതിൽ ക്രൈസ്തവരുണ്ട്, വ്യത്യസ്ത മതസ്ഥരുണ്ട്. അവർ വരുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങളെ മൃഗീയമായിട്ട് കൊല ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഞങ്ങളെ തടങ്കലിലേക്ക് ഇടപെടും. കാരണം എന്താണ്? ആ പ്രവാചകന്റെ കാലിലേക്ക് കല്ലെടുത്തുകൊണ്ട് ചോര വാർത്തിയെടുത്തവരാണ് ഞങ്ങൾ. ആ പ്രവാചകന്റെ പിതൃവിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഞങ്ങളുടെ കടാര കുത്തിയിറക്കി കരൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ചവച്ചരച്ചവരാണ് ഞങ്ങൾ. ആ പ്രവാചകന്റെ എത്രയോ അനുചരന്മാരെ മൃഗീയമായി കൊല ചെയ്യപ്പെട്ടവരാണ് ഞങ്ങൾ. ഹുബൈബിനെ കുരിശിലേറ്റിയവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ മരണത്തിന്റെ അപ്പുറത്തേക്ക് മറ്റൊരോപ്ഷൻ ഞങ്ങളുടെ മുന്നിലില്ല എന്ന് പറഞ്ഞ ജനതയുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ഇന്നു മുതൽ നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാം, നിങ്ങളുടെ അമ്പലത്തിലേക്ക് പോകാം, നിങ്ങളുടെ ചർച്ചിലേക്ക് പോകാം, ഇഷ്ടപ്പെട്ടവരെ വിവാഹം ചെയ്യാം, ഇഷ്ടപ്പെട്ടത് ധരിക്കാം, ഇഷ്ടപ്പെട്ടത് കഴിക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാം. ഈ രാജ്യത്തിന്റെ സമാധാനത്തിന് നിങ്ങൾ നിലനിർത്തണം. ഇവിടെ ജീവിക്കാൻ നിങ്ങൾ നികുതി കൊടുക്കണം. അതിൽ പരം നിങ്ങൾക്ക് മറ്റൊരു ശിക്ഷയും ഇല്ല എന്ന് പറഞ്ഞ ഈ പ്രവാചകനേക്കാൾ വലിയ ഏത് ഭരണാധികാരികളെയാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്? വർത്തമാന കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ജനതയുണ്ട്. ആ ജനതയോട് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്?
പട്ടിണിക്കിട്ടുകൊണ്ട് ഒരു ജനതയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. നൂറുകണക്കിന് മക്കളെയാണ് ഭക്ഷണത്തിന് വേണ്ടി കയ്യിൽ പാത്രം പിടിച്ചുകൊണ്ട് വിഷം മുട്ടിയ വയറുമായി ഒരിറ്റു വെള്ളമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിന്നിരുന്ന ഒരു ജനത, ആഗ്രഹിച്ചുകൊണ്ട് നിന്നിരുന്ന ഒരു മക്കളെ കൊല ചെയ്യപ്പെട്ടവരെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുദ്ധം എന്നതിന്റെ പേരിൽ മൃഗീയമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന സ്ത്രീകളടക്കം കുഞ്ഞുങ്ങളടക്കമുള്ളവരുടെ അടിവസ്ത്രം ധരിച്ചുകൊണ്ട് നൃത്തമാടിയിരിക്കുന്ന ഒരു സൈനിക മേധാവികളെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചോദിക്കട്ടെ, നിങ്ങളുടെ ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ഭവനങ്ങളിൽ 35 ദിവസം പ്രായമായ കുഞ്ഞുണ്ടല്ലോ. ആ കുഞ്ഞാണ് പട്ടിണി കിടന്ന് മരണപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാൻ സാധിക്കുമായിരുന്നു. നിങ്ങളുടെ അമ്മയാണ്, നിങ്ങളുടെ സഹോദരിയാണ്, നിങ്ങളുടെ പെണ്ണാണ് മൃഗീയമായി കൊല ചെയ്യപ്പെട്ടതെങ്കിൽ, പീഡിപ്പിക്കപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാൻ സാധിക്കുമായിരുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ എത്രയാണ്. പാൽക്കുപ്പിയുടെ കുപ്പി എടുത്തുകൊണ്ട് ഒരിറ്റു വെള്ളം പോലും മതിയില്ലാതെ അത് വായിലേക്ക് വെച്ചുകൊണ്ട് പലസ്തീനിന്റെ തെരുവോരങ്ങളിൽ പിഴഞ്ഞുകൊണ്ട് മരണപ്പെട്ട കുഞ്ഞിന്റെ ചിത്രം എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ നിന്ന് മായ്ക്കാൻ കഴിയുന്നത്? അങ്ങനെയുള്ള ഒരു ജനതയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മൃഗങ്ങളെക്കാൾ അകപ്പതിച്ചവരാണ് എന്ന് പറയുന്നതിൽ എന്ത് തർക്കമാണുള്ളത്? മുസോളിനിയേക്കാൾ വലിയ പാതകി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ള മറുപടി അന്നം തിന്നുന്ന ഒരാൾക്കും തന്നെ പറയാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഇസ്രായേൽ എന്ന് പറയുന്ന ജനത വായിക്കേണ്ടത് മദീന ചാർട്ടറാണ്, പ്രവാചകന്റെ അധ്യാപനങ്ങളാണ്, മനുഷ്യനായി കാണാൻ പഠിക്കുന്ന സിദ്ധാന്തമാണ്. എല്ലാത്തിന്റെയും അപ്പുറം മനുഷ്യനാണ്. ജാതിയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, നിറത്തിന്റെ എല്ലാത്തിന്റെയും അപ്പുറത്ത് മനുഷ്യരാണ് എന്ന് തിരിച്ചറിയുവാനുള്ള കഴിവാണ് ഓരോ വിശ്വാസിക്കും, അല്ല ഓരോ മനുഷ്യരും ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. പറയട്ടെ ഞാനൊരു കാര്യം കൂടി. അതേ അർജന്റീന എന്ന് പറയുന്ന ഫുട്ബോൾ രാജ്യത്തെ കേരളത്തിലേക്ക് കാത്തിരിക്കുന്നവരാണ് നമ്മൾ പല മലയാളികളും. ഞാനൊന്ന് ചോദിക്കുകയാണ് നിങ്ങളോട്, എന്ത് മാനദണ്ഡത്തിലാണ് നമ്മൾ ആ രാജ്യത്തെ കാത്തിരിക്കുന്നത്? എന്ത് മാനദണ്ഡത്തിലാണ് നമ്മൾ ആ രാജ്യത്തിന് വേണ്ടി നമ്മുടെ ആയുസ്സിനെ ചെലവഴിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടനയെ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ എതിർത്ത 10 രാജ്യങ്ങളിൽ ഒന്ന് അമേരിക്കയാണ്, 2 ഇസ്രായേലാണ്, മൂന്നാമത്തത് പലസ്തീൻ എന്ന് പറയുന്ന, മൂന്നാമത്തത് അർജന്റീന എന്ന് പറയുന്ന രാജ്യമാണെങ്കിൽ വർത്തമാന കാലഘട്ടത്തിൽ മനസാക്ഷിയുള്ളവന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ധാർമ്മിക പ്രവർത്തനം എന്ന് പറയുന്നത് അതേ ഫലസ്തീൻ ജനതയോട് ഐക്യപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിന്റെ ഹൃദയഭാഗത്ത് വന്നുകൊണ്ട് അർജന്റീനൻ ടീം ഇവിടെ കാൽപങ്കെത്തുമ്പോൾ ഞാനൊരിക്കലും അർജന്റീനൻ ഫുട്ബോൾ ആരാധകരെ കുറ്റപ്പെടുത്തുകയില്ല. അർജന്റീനൻ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഇസ്രായേൽ അനുകൂലികളും പലസ്തീനെ നിരാകരിക്കുന്നവരുമാണ് എന്ന വാദവുമില്ല. എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, കേരളത്തിന്റെ മടിത്തട്ടിൽ അർജന്റീന കാൽപങ്കെത്തുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടത് ചലനമറ്റ് കിടക്കുന്ന പലസ്തീനിലുള്ള മക്കളുടെ തലയോട്ടി അറുക്കുന്നതിന് തുല്യമാണ്. പലസ്തീനിലെ മക്കളിലെ അവരുടെ തലയോട്ടി തട്ടുന്നതിന് തുല്യമാണ് കേരളത്തിൽ വന്നുകൊണ്ട് അവർ കാൽപന്ത് തട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രാജ്യത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആർപ്പ് വിളിക്കുമ്പോൾ, ആ രാജ്യത്തിന്റെ പതാക വഹിച്ചുകൊണ്ടുള്ള ജേഴ്സി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആർപ്പ് വിളിക്കുമ്പോൾ, പലസ്തീനിൽ വേദനയേറ്റ് കിടന്നുകൊണ്ട് മരണപ്പെട്ട് കിടക്കുന്ന ആ ജനതകളും മയ്യത്തുകളുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആർപ്പ് വിളിക്കുന്നത് എന്ന ഒരു മാനസിക ചിന്തയെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഐക്യപ്പെടേണ്ടതുണ്ട്. പലസ്തീൻ ജനതയോട് ഐക്യപ്പെടേണ്ടതുണ്ട്. അർജന്റീന എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ സോഫ്റ്റ് പവർ എന്ന് പറയുന്ന ഒരു ഫുട്ബോളാണ്. ആ ഫുട്ബോളിന് കേരളത്തിന്റെ മടിത്തട്ടിൽ, ആ ഫുട്ബോളിന് കേരളത്തിന്റെ മടിത്തട്ടിൽ വേണ്ട പരിഗണന കിട്ടിയില്ല എന്ന് ആഗോള മാധ്യമങ്ങളിലേക്ക് എത്തിയാൽ അതിനേക്കാൾ വലിയ മാനവിക പ്രവർത്തനം എന്താണ് ചെയ്യാനുള്ളത്? കേരളത്തിന്റെ ഭരണാധികാരികൾക്കും ചെയ്യാമായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ അതേ ഫാസിസത്തെ എതിർക്കുന്ന, മതേതരത്തെ വിശ്വസിക്കുന്ന, മനുഷ്യന് വേണ്ടി ജീവിക്കുന്ന എന്റെ നാട് അഥവാ കേരളത്തിൽ വർഗീയതയ്ക്ക് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി വോട്ട് ചെയ്യപ്പെട്ട അമേരിക്ക പന്ത് തട്ടേണ്ടതില്ല എന്ന് ഒരു നിലപാട് കേരളത്തിലെ ഭരണാധികാരികൾ എടുത്തിരുന്നെങ്കിൽ, കേരളത്തിലെ യുവാക്കൾ എടുത്തിരുന്നെങ്കിൽ ലോകത്തിന്റെ മുന്നിൽ നമുക്ക് വെക്കാനുണ്ടാകുന്ന ഏറ്റവും വലിയ മാനവിക പ്രഖ്യാപനമാകുമായിരുന്നു അത്. അതുകൊണ്ട്